നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം മിനിമം പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ്. മാക്സിമം മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൽ ഒരു ഇൻ്റർവെല്ലിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. എക്സാമ്പിളായിട്ട് ഒരു ഗ്രാഫ് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. സിമ്പിൾ. അങ്ങനെയാണ് എങ്കിൽ ഒരു ഇൻ്റർവെല്ലിൽ ഞാൻ എടുത്തു എ ബി, ഓപ്പൺ ആവാം ക്ലോസ്ഡ് ആവാം, അത് നമ്മൾ ഇഷ്ടം. ഒരു എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എടുത്തു ബി. ഓക്കെ, അല്ലെങ്കിൽ മൊത്തത്തിലെടുക്കാം, ഇവിടെ എടുക്കാം ബി. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഏറ്റവും മാക്സിമം വാല്യൂ എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ എവിടെയാണ് ഒക്കർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും മാക്സിമം വാല്യൂ അതുപോലെ തന്നെ ഏറ്റവും മിനിമം വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഈ കുഞ്ഞാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർവെല്ല് നമ്മൾ എടുത്താൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ മാക്സിമം പോയിന്റ്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ്. മിനിമം വാല്യൂ നമ്മൾക്ക് കിട്ടിയതാ ഈ വാല്യൂ ഈ പോയിന്റിൽ, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പോയിന്റിലാണ് മിനിമം കിട്ടുക. മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക എവിടെ ആയിരിക്കും, ഇവിടെയുമാണ് നമുക്ക് മാക്സിമം കിട്ടുക അല്ലേ. പക്ഷേ നമ്മൾ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഇവിടെ അല്ല കിട്ടുക കേട്ടോ, അത് വേറെ കാര്യം. ലോക്കൽ മിനിമം എവിടെ ആയിരിക്കും കിട്ടുക, ഇവിടെയാണ് ലോക്കൽ മിനിമം കിട്ടുക, ഇവിടെയാണ് ലോക്കൽ മാക്സിമം കിട്ടുക, അത് വേറെ. പക്ഷേ മിനിമം പോയിന്റും മാക്സിമം പോയിന്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമം വാല്യൂ മാക്സിമം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിനിമം പോയിന്റും അല്ലെങ്കിൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്കറിയാം, ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ കാണാൻ. അത് തന്നെയാണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ മാക്സിമം എന്നൊക്കെ പറയാന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് മിനിമം ഒരു എം എന്ന് പറയുന്ന നമ്പറിന് മിനിമം എന്ന് പറയണമെന്നുണ്ട്, അല്ല മാക്സിമം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാക്സിമത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം എന്താണ്, മാക്സിമം എം എന്ന് പറയുന്ന കുഞ്ഞാപ്പുവിനെ മാക്സിമം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതായത് എല്ലാ ആ ഇൻ്റർവെല്ലിലുള്ള, അതായത് ഇൻ്റർവെൽ എ ബിയുടെ ഇടയിലുള്ള ഏതൊരു എലമെൻ്റ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഫിൻ്റെ വാല്യൂ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ ആ എമ്മിനെ നമ്മൾ മാക്സിമം എന്ന് പറയും. പക്ഷേ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ആ എമ്മിൻ്റെ വാല്യൂ, അതായത് ഒരു എക്സ് നോട്ട് അവിടെ ഉണ്ടായിരിക്കണം, എക്സ് നോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം, എം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ്, എം ആണ് എങ്കിൽ, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ എം നമ്മൾ മാക്സിമം വാല്യൂ എന്ന് പറയും. ഈ എക്സ് നോട്ടിന് നമ്മൾ പറയുന്ന പോയിന്റ് മാക്സിമം പോയിന്റ് എന്നാണ് പറയാം. എന്ത്, മാക്സിമം പോയിന്റ്, ഓക്കെ, മാക്സിമം പോയിന്റ് എന്നുമാണ് പറയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം, മാക്സിമം പോയിന്റ്. ഓക്കെ, അപ്പം മാക്സിമം പോയിന്റ് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ് എന്ന് പറയാന്ന് പറയുമ്പം ഇതിനോടനുബന്ധിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം പോയിന്റ് ഇല്ലേ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം പോയിന്റുകളും കൂടിയുണ്ട്. മിനിമം പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. മിനിമം ഒരു സ്മോൾ ലെറ്റർ എമ്മിനെ നമ്മൾ മിനിമം പോയിന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു എമ്മിനെ മിനിമം പോയിന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ ചെയ്യുന്നുള്ളതിൽ നമ്മൾ പറയാം. അതായത് ഒരു എം ഉണ്ട്. ഓക്കെ, അതായത് എം എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എം ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയണം, മിനിമം ആണ് എന്ന് പറയാം. അത് മിനിമം ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഇൻ്റർവെല്ലിലെ ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും വലുതായിരിക്കും ഈ സ്മോൾ ലെറ്റർ എമ്മിനെയും കാട്ടി. അത് മാത്രം പോരാ, അവിടെ ഒരു x1 ഉണ്ടായിരിക്കണം. x1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് x1ൻ്റെ വാല്യൂ എം ആയിരിക്കുകയും കൂടി വേണം. അങ്ങനെയാണെങ്കിൽ എമ്മിനെ നമ്മൾ മിനിമം വാല്യൂ ഓഫ് എഫ് എന്ന് പറയും. അതുപോലെ ഈ x1നെ നമ്മൾ എന്ത് പറയും, മിനിമം പോയിന്റ് എന്ന് പറയും. എന്ത് പറയും, മിനിമം പോയിന്റ് എന്നാണ് പറയുക. ഈ എക്സ് വാല്യൂവിനെ നമ്മൾ പറയുന്ന പേര് മിനിമം പോയിന്റ്. ഓക്കെ, മിനിമം പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം പോയിന്റ് അല്ലേ. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം പോയിന്റ് ആൻഡ് ദി വാല്യൂസ്. പോയിന്റും കാണണം, വാല്യൂസും കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + x² ഓൺ ദി ഇൻ്റർവെൽ. ഏതാണ് ഇൻ്റർവെൽ? ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,2. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,2ലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂസിൽ ഏത് പെടും? -2 പെടും. അതുപോലെ തന്നെ ആരൂടി പെടും അല്ലേ. ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ്, അതായത് -2 ≤ x ≤ 2 എന്നാണ്. ഓപ്പൺ ഇൻ്റർവെല്ലാണെങ്കിൽ ഈ 2കൾ ഉൾപ്പെടൂല. -2ഉം 2ഉം എന്ത് ചെയ്യൂല, ഉൾപ്പെടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഫൈൻഡ് ദി മാക്സിമം മിനിമം പോയിന്റ് ആൻഡ് മിനിമം വാല്യൂ. മാക്സിമം മിനിമം വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏത് ഇൻ്റർവെല്ലിൽ? ക്ലോസ്ഡ് ഇൻ്റർവെൽ -2,2 ഉണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1/1 + x² ആണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ തുടങ്ങാൻ പോവാണ്. സൊല്യൂഷൻ അല്ലേ, എന്താണ് സൊല്യൂഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് എന്നുള്ളത് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1/1 + x². 1/1 + x². അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഡബിൾ ഡാഷിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ഇൻറ്റു, അല്ലെങ്കിൽ ഇതിനെ ഒറ്റ കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി അല്ലേ. x⁻⁻1 കൺസെപ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അങ്ങനെയും ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻറ്റു താഴത്തത് ഇൻറ്റു മുകളിലത്തത് ഡിവൈഡഡ് ബൈ അങ്ങനെ ഉപയോഗിച്ചൂടെ? അങ്ങനെയും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ താഴത്തത് ആ കൺസെപ്റ്റ്സും ഉപയോഗിക്കാം ഇല്ലേ. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ആദ്യം? UV മോഡൽ അല്ലെങ്കിൽ 1/x² കൺസെപ്റ്റ്സും അപ്ലൈ ചെയ്യാം. എന്താ വരിക? അതായത് എന്താ നമുക്ക് കിട്ടുക ഇവിടെ? ഇപ്പം ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രലോ ഇത് അല്ലേ യുവിയുടെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലേ v × du - u × dv/v² എന്നാണ് ഉള്ള കൺസെപ്റ്റ്സ്. ആ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്ത് നോക്കാം. ആ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതായത് 1 + x² ഇൻറ്റു അല്ലേ ഡെറിവേറ്റീവ് ഓഫ് 1, അതായത് എന്താണ്? ദാറ്റ് ഈസ് 0 മൈനസ് 1 × 1 + x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ x² ഡെറിവേറ്റീവ് 2x അല്ലേ ഡിവൈഡഡ് ബൈ 1 + x² പ്രത്യേകം ശ്രദ്ധിക്കുക. 1 + x² ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് ഈക്വൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 0 ആയിപ്പോവും. ഇത് മൊത്തം ഇത് -2x ഡിവൈഡഡ് ബൈ 1 + x² എന്ന് കിട്ടും. 1 + x²
ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ഈ ഇൻ്റർവെല്ലിൽ, അല്ലെങ്കിൽ എവിടെ അല്ലേ? ഇതിപ്പോൾ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 to -2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ആലോചിക്കും. ഓക്കെ അല്ലേ? അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ f of x dash is greater than or equal to 0. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും അല്ലേ? ഇൻക്രീസിങ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ് എന്ന് പറയാം. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇംപ്ലൈസ്. അതിൻ്റെ മീനിങ് എന്താണ് നമുക്കറിയാം. 2x by 1 plus x square is greater than or equal to 0. ഓക്കെ, സോറി, മൈനസ് ഉണ്ട് അല്ലേ? മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവരെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ഈ 1 plus x square ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ എന്തായി പോകും? -2x ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഇവിടെ നിന്നും വേറൊരു പ്രത്യേകത ഉണ്ട്. -2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത്, അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്തായി മാറും എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 0/-2 പ്രത്യേകം ശ്രദ്ധിക്കണം. -2നാണ് കൊണ്ടുപോകുന്നത്. അതല്ല എങ്കിൽ 2നെ മാത്രം കൊണ്ടുപോകാം, -xനെ അപ്പുറത്ത് നിർത്തുക, പിന്നെ മൈനസ് കൊണ്ട് രണ്ട് സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മോഡലും എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഇതിൻ്റെ ഇടയിലാണ് എങ്കിൽ, അതായത് -2ൻ്റെ 0ൻ്റെ ഇടയിലാണ് എങ്കിൽ എഫ് എന്താണ്? എഫ് ഇൻക്രീസിങ് ആണ്. എന്താണ്? എഫ് ഇൻക്രീസിങ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എഫ് ഈസ് ഇൻക്രീസിങ് on the interval -2 0. ഓക്കെ, അതിൽ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ കയറുക അല്ലേ? കയറുന്നുള്ളത് കിട്ടി. ഓക്കെ, ഇൻക്രീസിങ് ആണ് എന്നാണ് പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പോയിൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഏതാണ്? ഡിക്രീസിങ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. എഫ് ഡിക്രീസിങ് അപ്പം എങ്ങനെയാണ് കാണുക? ഞാൻ ഇവിടെ തന്നെ എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവിടെ ഒരു വരയിടാം. അല്ലേ? ഓക്കെ, അതായത് ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2x ഡിവൈഡഡ് ബൈ 1 plus x square whole square, ദാറ്റ് ഈസ് ഓക്കെ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അറിയുമ്പോൾ ദാറ്റ് ഈസ് -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? -2x ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഈ 2xനെ ഈ കുഞ്ഞാപ്പൂനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇൻറ്റു 0 ആയിപ്പോകും അല്ലേ? പക്ഷേ ഇവിടെ -2 ഉണ്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈസ് അല്ലേ ചേഞ്ച് ചെയ്യും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0/-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഇത് ഡിക്രീസിങ് ആണ്. ഓക്കെ, 0 to z വരെ ഡിക്രീസിങ്ങും അല്ലേ? 0 to ഇതുവരെ ഡിക്രീസിങ്ങും ബാക്കിയുള്ളിടത്ത് ഇൻക്രീസിങ്ങുമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 സ്ഥലങ്ങളിലുള്ള വാല്യൂസ് ചെക്ക് ചെയ്താൽ മതി. അതിലേറ്റവും സ്മോൾ എടുത്തുവെച്ചാൽ മതി. നമുക്ക് എന്ത്
വാല്യൂ മാക്സിമവും മിനിമവും കിട്ടണമെങ്കിൽ. ഓക്കെ, ഇനി ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും എഫ് ഈസ് ഡിക്രീസിങ് അല്ലേ, ഡിക്രീസിങ് ആണ്. എപ്പോഴാണ് ഡിക്രീസിങ് ആവുന്നത്? ഓൺ 0 to 2. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഒരു പേജ് കൂടി ഉണ്ടാകും, കാരണം നമുക്ക് പേജ് ബിഫോർ ആഫ്റ്റർ. ഓക്കെ, അപ്പം ഡിക്രീസിങ് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ പോയിന്റ്? -2, 0, 2. ഇനി എഫ് ഓഫ് -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. എഫ് ഓഫ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താന്നുള്ള അറിയാലോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 + x². ദാറ്റ് മീൻസ് 1/1 + -2². That is equal to 1/1 + 4. That is equal to 1/5. അതുപോലെ തന്നെ എഫ് ഓഫ് 2 കൊടുത്തിട്ടുണ്ട് എങ്കിലും സെയിം തന്നെയാണ് വരിക. 1/1 + 2². That is equal to 1/1 + 4. That is equal to 1/5. ഓൾസോ ഇനി നമുക്ക് ഒരാളെയും കൂടി കണ്ടുവച്ചാൽ മതി. ആര്? എഫ് ഓഫ് 0. എഫ് ഓഫ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1 + 0². 0² is equal to 0. That is equal to 1. അപ്പം ഇവിടെ നോക്കുക, നമുക്ക് ഡിക്രീസിങ്ങിൽ നോക്കുക, ഏറ്റവും ഇതിൽ സ്മോൾ 1 ഏതാ നോക്കുക. ഏറ്റവും സ്മോൾ ഏതാണ്? 1/5 ആണ് സ്മോൾ എം, അതായത് മിനിമം. ഏറ്റവും കുറവ് ഇതിൽ. അതുപോലെ തന്നെ ഏറ്റവും വലുത് ഇതിൽ ഏതാണ്? 1 ആണ്. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എന്താണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, എന്താണ് ഹിയർ അല്ലേ, നമുക്ക് എഴുതാൻ പറ്റും ഹിയർ m ഈക്വൽ ടു ക്യാപിറ്റൽ M ഈക്വൽ ടു 1 ഈസ് ദി മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ അല്ലേ, മാക്സിമം വാല്യൂ ആണ്. എന്തിൻ്റെ മാക്സിമം വാല്യൂ ആണ്? എന്തിൻ്റെ മാക്സിമം വാല്യൂ ആണ്? മാക്സിമം വാല്യൂ അറ്റ് ദി അല്ലേ, മാക്സിമം വാല്യൂ ഓഫ് എഫ് അല്ലേ, അറ്റ് ഏടാണ്? എക്സ് ഈക്വൽ ടു എന്തിലാണ്? 0. അപ്പോൾ മാക്സിമം പോയിന്റ് എന്താണ്? ഇവിടെ 0 ആണ് മാക്സിമം പോയിന്റ്. ഓക്കെ, ആൻഡ് അതിനൊരു ഐഡിയ ഉണ്ട്. ആൻഡ് എക്സ് ഈക്വൽ ടു 0 ഈസ് ദി മാക്സിമം പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ ഇതാണുള്ളത്? മിനിമം പോയിന്റും മിനിമം വാല്യൂ ആണ് അല്ലേ. ഇത് ഒരു ഓടാനുള്ള പണി. ഇനി ഈ സ്മോൾ ലെറ്റർ എം ഈക്വൽ ടു 1/5 ഈസ് ദി മിനിമം വാല്യൂ അല്ലേ, മിനിമം വാല്യൂ ഓഫ് എഫ്. ആൻഡ് x ഈക്വൽ ടു കിतना? x ഈക്വൽ ടു -2,2. രണ്ട് കേസിലും എന്താണ്? മിനിമം ആണ്. ആർ ദി മിനിമം പോയിന്റ്, ആർ ദി മിനിമം പോയിന്റ്സ്. ഓക്കെ, 2 പോയിന്റ്സ് ഉണ്ട് മിനിമം. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇൻക്രീസിങ് ചിലയിടത്ത് എന്തുണ്ടാവില്ല, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകും. ഫസ്റ്റ് f' ഓഫ് x ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യൂല? അവിടെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം മിനിമം ആരെന്നായിരിക്കും? ഇയാൾ എന്നായിരിക്കും, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേസും ഉണ്ടാവാം. ഓക്കെ, ഇനി അടുത്തൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇതൊരു എനർജി കിലോ വാട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വരെ എന്ത് പറയാൻ പറ്റും, ഡിഗ്രി ചൂട് വരെ പോയിട്ടുണ്ട് എങ്കിൽ കിട്ടും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മാക്സിമം മിനിമം പറയാൻ പറ്റുക?
ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാക്സിമം എന്ന് പറയാം, ഇതാണ് ഇവിടുത്തെ ലോക്കൽ മിനിമം പറയാം. പക്ഷെ അതിൽ നിന്നും നമുക്ക് ഒരിക്കലും എന്ത് പോസിബിൾ അല്ല, ഇത് പോസിബിൾ അല്ല. പക്ഷെ ഇത് നോക്കുക, ഇൻക്രീസിങ് ആണ് അല്ലേ, ഇത് ഫുള്ള് ഇൻക്രീസിങ് ആണ്. പിന്നെ ചെറിയൊരു സ്ഥലത്ത് ഈ പോയിന്റ് ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇതാ ഈ പോയിന്റാണ്. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതൊരു 9 എന്ന് എടുക്കുക, അസ്യൂം 9. അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ എം എന്ന് പറയുന്നത്, മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 9 9. ഓക്കെ, ആ പോയിന്റ് ഏതായിരിക്കും? മിനിമം പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഏതാണ്? 0 ആണ്, ഇതാ 0. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഈക്വൽ ടു എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഇതാ ഏകദേശം വരെ ഇത് ഈ പോയിന്റ് ഏകദേശം ലഗ്ഭഗ് 13. ഓക്കെ, 14-ൻ്റെയും 12-ൻ്റെ ഇടയിൽ ഏകദേശം 13. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കുഞ്ഞാപ്പ് 90 ആണ്. അതായത് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 90-യും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 13-ഉമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്നും മാക്സിമവും മിനിമവും കാണുക. പക്ഷേ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമം അല്ല കേട്ടോ. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരുന്നു എന്നറിയാം അല്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാം. അല്ലെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഉപയോഗിച്ചിട്ടും നമുക്ക് കാണാം അല്ലേ. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം മിനിമം ആണ്. മാക്സിമം മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ മാക്സിമങ്ങളിൽ നിന്നും ഏറ്റവും മാക്സിമത്തിനെയാണ് നമ്മൾ മാക്സിമം എന്നറിയാം. അതുപോലെ ലോക്കൽ മിനിമത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും മിനിമത്തിനെയാണ് ലോക്കൽ മിനിമം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ആണ്, ഹോംവർക്കാണ്. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം പോയിന്റ് ഓഫ് ദി വാല്യൂസ് ഫോർ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻ. Exercise 1 to 3. Okay. Another question. 2x cube minus 5x plus 2 on 1 infinity. Open interval ആണ്. അപ്പോൾ 0x less than or equal to infinity ആണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ഇതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാം. ഇൻക്രീസിങ് തന്നെ ആണെങ്കിൽ ആദ്യത്തെ നമ്പർ എന്നായിരിക്കുന്നത്? 4. പിന്നെ ഇൻഫിനിറ്റി ആകുമ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വാല്യൂ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിന് മാക്സിമം ഉണ്ടോ? ഇല്ല, മാക്സിമം ഇല്ല. അപ്പോൾ മാക്സിമം ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇൻഫിനിറ്റി തന്നെ കിട്ടുകയാണെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? ഏതോ ഒരു നമ്പറിനാണ്, നമുക്ക് അറിയാത്ത, അതായത് കൗണ്ട് ചെയ്യാത്ത ഒരു നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫിനിറ്റിനെ കൊണ്ട് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെയിം വേയിൽ തന്നെ നോക്കുക, മാക്സിമവും മിനിമവും അപ്ലൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അൺഡിഫൈൻഡ് ആയിരിക്കും രണ്ടും, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 2/x. എക്സ് സ്ക്വയർ പ്ലസ് x 2/x ഓൺ -0 എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല, ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അത് പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഓക്കെ, ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.